2001 ആന്റണി നേതൃത്വം നൽകിയപ്പോൾ UDF-ന് വലിയ മെജോറിറ്റി ലഭിച്ചിരുന്നു. 100 സീറ്റിന് മേൽ ലഭിച്ചിരുന്നു. നമുക്കറിയാം 2002 മാറാട് കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. ഇന്നും സമാനമായിട്ടുള്ള ഒരു സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ടോ? അല്ല, ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. 2001 ഈ പറഞ്ഞതുപോലെ UDF-ന് വലിയൊരു വിജയം. LDF സർക്കാരിന്റെ, നയനാർ സർക്കാരിന്റെ 5 വർഷത്തെ ഭരണത്തിന് ശേഷം അവരിവിടെ വലിയ വികസന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ തേനും പാലും ഒഴുക്കി എന്നൊക്കെയുള്ള അവകാശവാദം ഉന്നയിച്ചുകൊണ്ടാണ് 2001 തുടർ ഭരണത്തിന് വേണ്ടിയിട്ട് അന്ന് കേരള ജനതയെ സമീപിച്ചത്. എന്നാൽ നമുക്കറിയാമല്ലോ, ആ സമയത്ത് AK ആന്റണി യുടെ നേതൃത്വത്തിൽ UDF ശക്തമായ രീതിയിൽ തിരിച്ചു വരുന്നൊരു കാഴ്ച നമ്മൾ കണ്ടു. 99 സീറ്റുകൾ UDF എന്ന് പറയുന്ന മുന്നണിക്ക് ലഭിച്ചു. കൂടാതെ ഒരു സീറ്റ് കഴക്കൂട്ടത്താണ്, അത് UDF-ന്റെ വിമതനായിട്ട് മത്സരിച്ച് ജയിച്ച MA വാഹിദ്. അങ്ങനെ അതും കൂടി ചേർത്ത് അദ്ദേഹം പിന്നീട് UDF-ന് പിന്തുണ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. അങ്ങനെ 100 സീറ്റുകളോടുകൂടി തിളക്കമാർന്ന വിജയം നേടിയാണ് UDF അധികാരത്തിലെത്തിയത്. ആ AK ആന്റണി മന്ത്രിസഭയുടെ 2 വർഷം പൂർത്തിയാകാനിരിക്കെയാണ് പറയുന്ന മാറാട് കലാപം പോലെ കേരളത്തിന്റെ സമൂഹ വലിയ രീതിയിൽ മുറിവേൽപ്പിക്കുന്ന ഒരു സംഭവമാണ് അന്ന് ഉണ്ടായത്. അതിന്റെ നമുക്കറിയാമല്ലോ, അന്ന് രണ്ട് വിഭാഗങ്ങളിലും പെട്ട നിരവധി ആളുകൾ അന്ന് കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. ആ വിഷയത്തിൽ സ്വാഭാവികമായിട്ടും എന്താ പറയുക, UDF സർക്കാർ വലിയ രീതിയിൽ പ്രതിരോധത്തിലായി. ആ സംഭവം തടയാനായിട്ട് അന്നത്തെ സർക്കാരിന് സാധിച്ചില്ല എന്നുള്ള വിമർശനങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ ഉയർന്നു വന്നതാണ്. അത് ആ സർക്കാരിനെ, 2001 UDF സർക്കാരിനെ, പ്രത്യേകിച്ച് ആന്റണി സർക്കാരിനെ വലിയ രീതിയിൽ കേരള സമൂഹത്തിന് മുന്നിൽ പ്രതിക്കൂട്ടിൽ നിർത്തിയ ഒരു സംഭവമാണ്. നമുക്കറിയാം, ഇപ്പോഴും വീണ്ടും ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപായിട്ടാണ് ഈ മാറാട് കലാപം വീണ്ടും വലിയ രീതിയിൽ ചർച്ചയായി. അതെ, അതാണ്. വെള്ളാപ്പള്ളി മാത്രമല്ല, വെള്ളാപ്പള്ളി പറഞ്ഞാൽ നമുക്കതിനെ അവിടെ മാറ്റി നിർത്താം. പക്ഷേ ഈ ഭരണകക്ഷിയായിരുന്ന LDF-ന്റെ CPM-ന്റെ LDF-ന് നേതൃത്വം കൊടുക്കുന്ന CPM-ന്റെ സമുന്നതരായിട്ടുള്ള നേതാക്കൾ എല്ലാവരും തന്നെ അത് പറയുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. മാറാട് വീണ്ടും ഇവിടെ ആവർത്തിക്കാം. അതായിരുന്നു CPM-ന്റെയും LDF-ന്റെയും ഒക്കെ സോഷ്യൽ മീഡിയയിൽ വഴിയുള്ള ഒരു നരേഷൻ എന്ന് പറയുന്നത്. മുസ്ലിം ലീഗ് അപ്പുറത്തുണ്ട്. അതിന് ചൂട്ടുപിടിക്കാനായിട്ട് ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള നേതാക്കളും ഉണ്ടായിരുന്നു എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. അപ്പോൾ നമുക്കറിയാമല്ലോ, സഭയ്ക്കകത്ത് പോലും ഒരു ഘട്ടത്തില് ഈ വിഷയത്തിൽ ചർച്ചയുണ്ടായി. ഏതാണ്ട് അവസാനത്തോടെടുക്കുന്ന നിയമസഭയുടെ ഒരു സമ്മേളന കാലയളവില് അന്ന് ഈ പറയുന്നത് പോലെ മാറാട് സംഭവം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അന്ന് മുഖ്യമന്ത്രി മറുപടി കൊടുക്കുമ്പോൾ ആ വിഷയത്തിൽ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന AK ആന്റണി ഉൾപ്പെടെ പ്രതിപാദിച്ചുകൊണ്ട് സംസാരിക്കുകയും, പിന്നീട് നമുക്കറിയാമല്ലോ AK ആന്റണി ആ വിഷയത്തില് വെളിയില് അദ്ദേഹം വർഷങ്ങൾക്ക് ശേഷം രാഷ്ട്രീയത്തിൽ നിന്നും, സജീവ രാഷ്ട്രീയത്തിൽ നിന്നും പിന്നിട്ട് നിന്ന ശേഷം അദ്ദേഹം ഒരു വാർത്താ സമ്മേളനം വിളിച്ചുകൊണ്ട് അന്നത്തെ തന്റെ നിലപാടുകളെ, ആ വിഷയങ്ങളെയൊക്കെ തന്നെ, ശിവഗിരി മഠവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം സ്വയം പ്രതിരോധത്തിനായിട്ട് രംഗത്തെത്തുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അത് മാത്രമല്ല, അദ്ദേഹം ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടായിരുന്നു. ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഒരു പ്രസ്താവന നടത്തി. അതിനുശേഷം അദ്ദേഹത്തിന് രാജിവെക്കേണ്ട ഒരു അവസ്ഥ 2004 സമയത്താണ് അത് അത്തരം ഒരു പ്രസ്താവന അദ്ദേഹം നടത്തിയത്. ന്യൂനപക്ഷങ്ങൾ സമ്മർദ്ദ ശക്തിയായിട്ട് മാറി, ചിലതും സംഘടന ശക്തിയായിട്ട് മാറി, അവര് പലതും മേടിച്ചെടുക്കുന്നു എന്നുള്ള ഒരു പ്രസ്താവന അദ്ദേഹം നടത്തിയത്. അതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നത്. അതിന് ആ വിഷയം മാത്രമല്ല അതിന് അദ്ദേഹത്തിന്റെ രാജിയിലേക്ക് നയിച്ചത് 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഫലം കൂടിയാണ്. നമുക്കറിയാമല്ലോ, അന്ന് ആകെ 20 സീറ്റുകളില് 18 LDF നേടുന്ന ഒരു കാഴ്ച കണ്ടു. ഒരെണ്ണമാണ് UDF ലഭിച്ചത്. അത് മുസ്ലിം ലീഗിന്റെ ഒരു സീറ്റായിരുന്നു. ആ സീറ്റ് NDA-യുടെ ഭാഗമായിട്ടുള്ള PC തോമസ് ആണ് ജയിച്ചത്. അങ്ങനെ അത്തരത്തിൽ കോൺഗ്രസിന് ഒരു സീറ്റ് പോലും അന്ന് കിട്ടിയില്ല 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. നമുക്കറിയാം, അന്ന് ഈ പറയുന്ന AI ഗ്രൂപ്പുകളുടെ ആ ഗ്രൂപ്പിസം വളരെ ശക്തമായിട്ട് നിലനിന്നിരുന്ന കാലഘട്ടം കൂടിയായിരുന്നു. സ്ഥാനാർത്ഥി ഉൾപ്പെടെ ആ ഗ്രൂപ്പിസം ഒക്കെ തന്നെ വലിയ രീതിയിൽ വന്നു. അങ്ങനെ ഗ്രൂപ്പ് വീതം വെപ്പായിട്ട് സ്ഥാനാർത്ഥി നിർണ്ണയം ഒക്കെ മാറി. ആ ഒരു UDF തിരിച്ചടിയായി മാറി. LDF അതിനെ വലിയ രീതിയിൽ അതിനെ ക്യാപിറ്റലൈസ് ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അങ്ങനെ അന്ന് കേന്ദ്രത്തില് സർക്കാർ അധികാരത്തിൽ വന്നുവെങ്കിൽ പോലും UDF-ന് ഇവിടെ നിന്നും ഒരു ആൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കോൺഗ്രസിന് ഒരു MP പോലും കേരളത്തിൽ നിന്നും ഉണ്ടായില്ല. അങ്ങനെയാണ് 1ാം UPA സർക്കാർ അവിടെ കേന്ദ്രത്തിൽ അധികാരത്തിലെത്തുന്നത്. ഈ പറയുന്ന LDF-ന്റെ 18 MP-മാരും അവിടെ UPA-ക്ക് പിന്തുണ കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അത് മറ്റൊരു വിഷയം. പലരും പറയുന്നു അന്നത്തെ സമാനമായിട്ടുള്ള ഒരു സാഹചര്യം ഇന്നും ഉണ്ടെന്നാണ് പലരും പറഞ്ഞത്. അതെ, തീർച്ചയായിട്ടും അങ്ങനെ അവർ പറയുന്നത്. എന്താണ് അതിന്റെ അടിസ്ഥാനം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. മുസ്ലിം ലീഗ് കൂടുതൽ ശക്തി ആർജിച്ചത് കൊണ്ടാണെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ 2011 വീണ്ടും ഈ പറയുന്നത് പോലെ UDF സർക്കാരാണ് അധികാരത്തിൽ വന്നത്. അതിനുശേഷം ആ സമയത്ത് 2011 മുതൽ 2016 വരെയുള്ള കാലഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. തമ്പിങ് മെജോറിറ്റി വന്നാൽ കേരളത്തിൽ എന്തും ചെയ്യാമെന്നുള്ളതാണ്, എന്ത് കലാപങ്ങൾ നടത്താമെന്നുള്ളതാണോ? അങ്ങനെയല്ലല്ലോ. അതൊന്നും നടക്കുന്ന കാര്യമല്ല. അന്ന് പ്രത്യേക സാഹചര്യത്തിൽ അത്തരം 2 കലാപങ്ങൾ നടന്നു. അത് ഒഴിവാക്കപ്പെടേണ്ടതായിരുന്നു. കേരളത്തിനെ സംബന്ധിച്ച് മറക്കാൻ ആഗ്രഹിക്കുന്ന 2 സംഭവങ്ങളാണ് 1ാം മാറാട് കലാപവും 2ാം മാറാട് കലാപവും എന്ന് പറയുന്നത്.
അതിനൊരു തുടർച്ച ഉണ്ടാകുമെന്ന് എന്താ പറയുക മതേതര വിശ്വാസികളായിട്ടുള്ള ആരും വിശ്വസിക്കുന്നില്ല. മുസ്ലിം ലീഗ് UDFന്റെ ഭാഗമായിട്ട് നിന്ന് അവർ മികച്ച വിജയം നേടി അവർ ഭരണത്തിലെത്തിയത് കൊണ്ട് അവർ അത്തരത്തിൽ ഭരണത്തിന്റെ ഭാഗമായിട്ടിരുന്നു കൊണ്ട് കേരളത്തിൽ ഏതെങ്കിലും തരത്തിൽ അത്തരത്തിൽ വീണ്ടും ഇന്നത്തെ കാലഘട്ടത്തിൽ വീണ്ടും എന്താ പറയുക ഈ പറയുന്ന അന്നത്തെ കലാപം ഉണ്ടായതിന് സമാനമായ രീതിയിൽ എന്തെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. അത് മുസ്ലിം ലീഗ് ഭരണത്തിൽ വന്നതുകൊണ്ട് മാത്രം അത്തരം പേടികൾ അത് എന്താ പറയുക അങ്ങേയറ്റം അപലപനീയമായിട്ടുള്ള ചില കാര്യങ്ങളാണ്. അത്തരത്തിലുള്ള ആശങ്കകൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ല. മുസ്ലിം ലീഗ് അധികാരത്തിലേക്ക് എത്തുന്നു എന്നതുകൊണ്ട് വീണ്ടും ഇവിടെ വർഗീയത വരുന്നു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ തീവ്രവാദം വരും, അല്ലെങ്കിൽ എന്താ പറയുന്ന പോലെ കലാപങ്ങൾ ഉണ്ടാകും എന്നതൊക്കെയുള്ള ഒരു വിഭാഗം ആൾക്കാരുടെ നരേഷനാണ്. അത് ഈ പറയുന്ന പോലെ UDFനെയും അത് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുണ്ടായിരുന്ന നരേഷനാണ്. അത് UDFനെയും ഒക്കെ തന്നെ തോൽപ്പിക്കുക, മുസ്ലിം ലീഗിനെയും മലബാറിൽ അവർ ശക്തമായിട്ട് നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത്, അവരവിടെ ഒരു ക്ലീൻ സ്വീപ്പിലേക്ക് പോകുമെന്ന് ഏതാണ്ട് മുൻകൂട്ടി എല്ലാവർക്കും കാണാൻ കഴിഞ്ഞൊരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. അപ്പോൾ അവിടെ അവരെ എങ്ങനെ വീക്കൻ ചെയ്യാം എന്നുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് വീണ്ടും ഈ പറയുന്ന ഭൂരിപക്ഷ സമുദായത്തെ തങ്ങൾക്ക് അനുകൂലമായിട്ട് ഏകോപിപ്പിക്കുക, ഒരു കൺസോളിഡേഷൻ ഉണ്ടാക്കുക എന്ന ഒരു ബുദ്ധിയുടെ ഭാഗമായിട്ട് ഉണ്ടാക്കിയ ഒരു നരേഷനായിരുന്നു വീണ്ടും മുസ്ലിം ലീഗും UDFും ഒക്കെ തന്നെ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അവിടെ മാറാട് കലാപം പോലുള്ള സംഭവങ്ങൾ ഉണ്ടാകും, വീണ്ടും ആവർത്തിക്കുമെന്ന് ഈ പറയുന്ന ഭൂരിപക്ഷത്തിന്റെ മനസ്സിൽ അത്തരത്തിലുള്ള ഭീതി വിതച്ചുകൊണ്ട് തങ്ങൾക്ക് അനുകൂലം അവർക്കറിയാം. CPMനെ സംബന്ധിച്ച് വ്യക്തമായിരുന്നു ഇത്തവണത്തെ മാൻഡേറ്റ് എങ്ങനെയായിരിക്കും, പ്രത്യേകിച്ചും ന്യൂനപക്ഷങ്ങളുടെ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെയും ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെയും ഒരു കൺസോളിഡേഷൻ തങ്ങൾക്ക് എതിരായിട്ടുണ്ടാകും, അത് വലിയ രീതിയിൽ തങ്ങളുടെ അടിത്തറ ഇളക്കും എന്ന് മുൻകൂട്ടി തിരിച്ചറിഞ്ഞുകൊണ്ടാണ്. നമുക്കറിയാം ആഗോള അയ്യപ്പ സംഘം ഒക്കെ അതിന്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആയിരുന്നു അത്തരത്തിലുള്ള ചിന്തകളുടെ. ഭൂരിപക്ഷ ഏകീകരണത്തിന്റെ വോട്ട് ബാങ്ക് ഏകീകരിക്കാനുള്ള നീക്കങ്ങളുടെ ഒരു ഭാഗമായിട്ടായിരുന്നു ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് തന്നെ. അത് നമുക്കറിയാം. പിന്നീട് അതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളും ഏറ്റവും ഒടുവിൽ ശബരിമല സ്വർണ്ണക്കൊള്ള റിവീൽ ചെയ്യുന്നതിലേക്ക് ചെന്നെത്തി നിന്നത് ഈ പറയുന്ന ആഗോള അയ്യപ്പ സംഘവുമായിരുന്നു. അപ്പോൾ അങ്ങനെ അവരെ മനസ്സിലാക്കിക്കൊണ്ട് നടത്തിയ ചില നീക്കങ്ങളായിരുന്നു ഭൂരിപക്ഷ വോട്ട് ബാങ്കിനെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുക, മറ്റു രണ്ട് ന്യൂനപക്ഷങ്ങൾ തങ്ങൾക്കെതിരാണ് എന്ന വ്യക്തമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ ചില നീക്കങ്ങളായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയ ഒരു നരേഷനായിരുന്നു. നമുക്കറിയാം പണ്ട് ഇതേപോലെ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്താണ് കുഞ്ഞാലിക്കുട്ടി, കുഞ്ഞുഞ്ഞ, അമീർ കൂട്ടുകെട്ട് എന്നൊക്കെ പറയും, ഹസൻ അമീർ കൂട്ടുകെട്ട് എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അവരെല്ലാ കാലത്തും ഇത്തരത്തില് ഈ പറയുന്ന പോലെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഈ പറയുന്ന ന്യൂനപക്ഷങ്ങൾ ഉണ്ട് എന്നതിന്റെ പേരില് ഭൂരിപക്ഷ സമുദായത്തിൽ അതിന്റെ തീപ്പൊരി ഇട്ടുകൊണ്ട് തങ്ങൾക്ക് അനുകൂലമായിട്ട് എന്തെങ്കിലുമൊക്കെ ഈ പറയുന്ന പോലെ തീക്കുള്ളി കൊണ്ട് തലചൊറിയുന്ന സമീപനം സ്ഥിരമായിട്ട് സ്വീകരിക്കാറുണ്ട്. അതിന്റെ ഒരു ഭാഗമായിട്ടുണ്ടായ ഒരു പ്രചരണമായിരുന്നു അന്ന്. ഇപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പോഴാരെങ്കിലും അങ്ങനെ ആകുലപ്പെടുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് അത്തരത്തിലുള്ള പ്രചരണങ്ങൾ ഭൂരിഭാഗവും നടന്നത്. അതിനുശേഷം ആരും അങ്ങനെ പറഞ്ഞ് നമ്മൾ കേട്ടില്ല. നമുക്കറിയാമല്ലോ AK ബാലനൊക്കെ പറഞ്ഞത് UDF അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും ആഭ്യന്തര വകുപ്പ് ഭരിക്കുക എന്നാണ് പറഞ്ഞത്. എന്ത് അടിസ്ഥാനത്തിലാണെന്ന് അറിയത്തില്ല. കാരണം UDFനെ സംബന്ധിച്ച് UDF ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ആഭ്യന്തര വകുപ്പ് മുസ്ലിം ലീഗിന് പോയ ചരിത്രമില്ല. കോൺഗ്രസ് ആണ് ആഭ്യന്തര വകുപ്പ് ഭരിക്കുക. ജമാഅത്തെ ഇസ്ലാമിയെ പിന്തുണച്ചത് കൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞതെന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. സതീശൻ ജമാഅത്തെ ഇസ്ലാമിയെ പിന്തുണച്ചതെന്ന് പറയുന്നവരൊക്കെ തന്നെ ഏതാണ്ട് 40 വർഷത്തോളം ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയുമായിട്ട് ഇവിടെ ജയിക്കുകയും അവരോട് കൂട്ടുകൂടി പോവുകയൊക്കെ ചെയ്ത പാർട്ടിയല്ലേ CPM എന്ന് പറയുന്നത്. അവരെന്നാണ് ജമാഅത്തെ ഇസ്ലാമി എന്നാണ് CPMുമായിട്ട് വേർപെട്ട് വന്നത്? 2019 അങ്ങനെ ഉണ്ടാണെന്ന് തോന്നുന്നു. ആ സമയത്ത് ആ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പാണ് ജമാഅത്തെ ഇസ്ലാമി LDFനുള്ള പരസ്യ പിന്തുണ പിൻവലിച്ചുകൊണ്ട് UDFനെ പിന്തുണയ്ക്കുന്നു എന്നൊരു പ്രസ്ഥാനം രംഗത്ത് വരുന്നത്. അക്കാലം അത്രയും 40 വർഷത്തോളം LDFനൊപ്പമായിരുന്നു, CPMനൊപ്പമായിരുന്നു അവരുടെ പിന്തുണ. അതൊന്നും അവർക്കൊന്നും തോന്നിയില്ലല്ലോ. ഒന്നും തോന്നിയില്ല എന്നാണ് അവർക്ക് തോന്നുന്നത്. എന്നിരുന്നാലും ഇത്തരം തരത്തിലുള്ള പ്രചരണങ്ങൾ നമ്മുടെ നാടിനെ വളരെ ഭീതിയിലേക്ക് അതാണ് അത്തരത്തിലുള്ള ഇതാണ് എന്താ പറയുക ഈ അവിടെ ആരാണ് കൂടുതൽ അതിന് ബെനിഫിഷ്യറി ആയിട്ട് മാറുന്നത് എന്ന് തിരിച്ചറിയേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട്.